തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഏത് ഇരുട്ടിലും ഒളിച്ചിരിക്കും. വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും. എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും. ചിലപ്പോൾ ജീവനെടുക്കും. വെറും മോഷ്ടാക്കളല്ല, ആക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ സംഘം. ആക്രമിച്ച് കൊന്നിട്ടായാലും മോഷണം നടത്തുന്നവരാണ് കുറുവ സംഘം. സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ മുറിച്ചെടുക്കുവാനും നിമിഷ നേരം മതി. 100 കണക്കിന് പേർ അടങ്ങുന്നതാണ് ഈ സംഘമെന്നും റിപ്പോർട്ടുകളുണ്ട്. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളികൾക്ക് എന്നും പേടി സ്വപ്നമാണ്. കുറുവ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആലപ്പുഴയിൽ ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ അവരാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മോഷണം കുലത്തൊഴിലാക്കി മാറ്റി കുറുവ സംഘം ഏറെക്കാലത്തിനു ശേഷം കേരളത്തിൻ്റെ ഉറക്കം കെടുത്തുകയാണ്. ആലപ്പുഴയിൽ പല പ്രദേശങ്ങളിലും കുറുവ സംഘം മോഷണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 14 ദിവസത്തിനിടെ ചേർത്തല, മണ്ണാഞ്ചേരി, മാരാരിക്കുളം പ്രദേശത്തായി 10ഇടത്താണ് മോഷണം നടന്നത്. മണ്ണാഞ്ചേരി, ആര്യാട് ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ CCTV ദൃശ്യങ്ങളാണ് കുറുവ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടിയത്. ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കുറുവ സംഘം അടുത്തിടെ കേരളത്തിലേക്ക് കടന്നതായി ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 75 പേർ അടങ്ങുന്ന സംഘം പാലക്കാട് അതിർത്തി വഴി കേരളത്തിലെത്തിയെന്നാണ് വിവരം. സത്യത്തിൽ ആരാണ് ഈ കുറുവ സംഘം? തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗർ തിരുട്ട് ഗ്രാമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഗ്രാമത്തിലെ അംഗങ്ങളായിരുന്നു കുറുവ സംഘം. പക്ഷേ ഇപ്പോഴത്തെ കുറുവ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല. തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നാണ്. ഇവർക്ക് കുറുവ സംഘം എന്ന പേര് നൽകിയത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ്. ആയുധധാരികളായ സംഘം എന്നാണ് ഇതിൻ്റെ അർത്ഥം. തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. 1-2 പേരല്ല, 100ഓളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത്. പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും 3 പേർ ഒരുമിച്ചായിരിക്കും. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ്. അവർക്കത് ഒരു തെറ്റല്ല. മോഷണത്തിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല. പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ ശക്തരാക്കുന്നത്. പകൽ ആക്രിപെറുക്കൽ, തുണി വിൽക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും. അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തുന്നത്. രാത്രിയാണ് മോഷണം. ഏത് ഇരുട്ടും ഇവർക്ക് പ്രശ്നമല്ല. മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട്. കണ്ണുകൾ മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും. ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടിവെച്ച് ഒരു നിക്കറിടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും. ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാകും. മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ആക്രമണം ഉറപ്പാണ്. മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല. തമിഴ്നാടൻ തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ കേന്ദ്രം. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് രീതി. 3 പേരാണ് ഒരുമിച്ചുണ്ടാവുക. മോഷണം നടത്തേണ്ട വീടുകൾ 6 മാസം വരെ നിരീക്ഷിക്കും. കൂട്ടത്തിലെ ഒരാൾക്ക് കവർച്ച നടത്തുന്ന വീടിനെക്കുറിച്ച് പൂർണ്ണമായ വിവരമുണ്ടായിരിക്കും. ഏതു സമയത്തും ആരെയും ആക്രമിച്ച് മോഷണം നടത്താൻ ഇവർക്ക് കഴിയാറുണ്ട്. എതിർത്താൽ ആയുധം വെച്ച് ഭീഷണിപ്പെടുത്തും. വീടിൻ്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത്. താരതമ്യേന ഉറപ്പു കുറഞ്ഞ വാതിലുകളാകും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കിയോ ടാപ്പ് തുറന്നുവിട്ടോ വീട്ടുകാരെ പുറത്തിറക്കുന്നതാണ്. അങ്ങനെ പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും. ചിലപ്പോൾ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും ഇവർക്കുണ്ട്. കുറുവ സംഘത്തിൽപ്പെട്ട 3 പേരെ 2021 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2010 മലപ്പുറത്ത് നിന്നും 3 പേരടങ്ങുന്ന സംഘത്തെയും 2008 പാലക്കാട് നിന്നും 10 അംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല. കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമങ്ങൾ താമസിക്കുന്നതാണ് ഇവരുടെ രീതി. ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ മുഖംമൂടി സംഘം വിലസുകയാണ്. 10ലേറെ വീടുകളിൽ കള്ളൻ കയറി.
രണ്ടാഴ്ചക്കിടെ മണ്ണാഞ്ചേരിയിലെ 4 വീടുകളിലാണ് മോഷണം നടന്നത്. കായംകുളത്തും കരിയിലക്കുളങ്ങരയിലും കുറുവാ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച മാത്രം കയറിയത് 3 വീടുകളിലാണ്. പോലീസും ഡോഗ് സ്ക്വാഡും ഫോറസ്റ്റ് വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. മോഷ്ടാക്കളുടെ നിരവധി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇപ്പോൾ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. തമിഴ്നാട്ടുകാരാണെങ്കിലും കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം, ബോഡിനായ്ക്കന്നൂർ, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവയുമൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ. ആദ്യം പാലക്കാടും പിന്നീട് കോഴിക്കോടുമെത്തി കേരളത്തിൽ പലയിടത്തും നേരത്തെയും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് കേരളം ഇവർ തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത്. രാത്രിയിൽ അടുക്കളവാതിൽ അടച്ചെന്ന് ഉറപ്പാക്കണം. അസമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങരുത്. ഈ വിവരം പോലീസിനെ അറിയിക്കണം. വീടിൻ്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്നും ഉറപ്പാക്കണമെന്നിവയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.